A very good morning to all. So today in this class we'll be dealing with the last portion of the GI system, which is ARM or anorectal malformation. So anorectal malformation ഒരു പേരും കൂടെ ഉണ്ട്. It is also known as imperforate anus, and this disease condition is marked by the absence of anus in the perineum. സോ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ കുട്ടിക്ക് ഏനൽ റീജിയൻ ഉണ്ടാവുന്നില്ലാത്ത കണ്ടീഷനിലാണ് ഇൻപെർഫറേറ്റ് ഏനസ് അല്ലെങ്കിൽ അനോറെക്ടൽ മാൽഫോർമേഷൻ എന്ന് പറയുക. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമണസ്റ്റ് congenital malformation occurring in childhood. Now let's see about the pathophysiology of anorectal malformation. Usually by 4th to 5th week of gestation, the urethra, the genital regions as well as the rectal areas, they empty into a common channel which is known as cloaca. So അമ്മയുടെ വയറ്റിലെ കുട്ടി 4 to 5 weeks of gestation ആവുമ്പോഴത്തേക്കും നമ്മളുടെ എയ്നസും റെക്റ്റവും അതുപോലെ തന്നെ യൂറിനറി ഏരിയാസും ഒരൊറ്റ ചാനലിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുക, വിച്ച് ഇസ് നോൺ ആസ് ദ ക്ലോയേക്കൽ ക്യാവിറ്റി. സോ ഈ ക്ലോയേക്കൽ ക്യാവിറ്റിയുടെ ഡോർസൽ പോർഷനിൽ നിന്നാണ് എയ്നസും റെക്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ക്യാവിറ്റിയുടെ ലാറ്ററൽ ഇൻ്റർവെൻഷൻസ് അത് ഈ നമ്മളുടെ എയ്നസിനെയും റെക്റ്റത്തെയും യൂറിനറി സിസ്റ്റം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന യൂറോ റെക്റ്റൽ സെപ്റ്റം ആയിട്ട് മാറും. So anus and rectum, they develop from the dorsal portion of the cloacal cavity, while the lateral interventions of the mesenchyme, they form the urorectal septum in the midline. So ഇതുവരെ പറഞ്ഞത് 4th to 5th week of gestationൽ ഈ anus, rectum and urinary system, they develop from a common channel which is known as cloaca. ഈ ക്ലോയേക്കൽ ക്യാവിറ്റിയുടെ ഡോർസൽ പോർഷനിൽ നിന്നാണ് ഏനസും റെക്റ്റവും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു ക്ലോയേക്കൽ ക്യാവിറ്റിയുടെ ലാറ്ററൽ ഇൻ്റർവെൻഷൻസ് അത് യൂറിനറി സിസ്റ്റത്തെയും ഏനസിനെയും റെക്റ്റത്തെയും തമ്മിൽ വേർപിരിക്കാനായിട്ട് യൂറോ റെക്റ്റൽ സെപ്റ്റമായിട്ട് മാറും. By about 7th to 8th week of gestation, the separation of the rectum and the anal canal dorsally from the bladder and urethra is complete. സോ നമ്മൾ യൂറിനറി സെപ്റ്റം ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഒരു സെപ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എയ്നസിനെയും റെക്റ്റത്തിനെയും യൂറിനറി സിസ്റ്റത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് 7th to 8th week of gestation ആവുമ്പോഴാണ്. Any interference with the normal anorectal structure development at varying stages may lead to various anomalies. So ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോൾ it may result in a anorectal malformation. And the malformations can be of different types. There can be a low lesion which is known as translevator. ട്രാൻസ്ലിവേറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലോ ലീഷൻ ARM എന്ന് പറയുമ്പോൾ the blind end of the rectum terminates below the levator anal muscle. സോ നമ്മളുടെ ലോ ലീഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലിവേറ്റർ ഡിഫക്റ്റിൽ ഏനസിൻ്റെ ബ്ലൈൻഡ് എൻഡ് ലിവേറ്റർ ഏനൈ മസിലിൻ്റെ താഴെയായിരിക്കും ലൊക്കേറ്റഡ് ആവുക. While in a high lesion, which is also known as supralevator, the blind end of the anus or the rectum that would be terminating above the levator ani muscle. We also have one more condition, which is where there is continued communication between the urinary tract and the rectal portions of the cloaca, and in this case there would be a recto-urethral fistula or a recto-vaginal fistula. So ചില കണ്ടീഷൻസിൽ ഈ ഒരു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ റെക്റ്റം ആൻഡ് ദ യൂറിനറി സിസ്റ്റം വോണ്ട് ബി കംപ്ലീറ്റ്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ യൂറിനറി ട്രാക്ട് ആൻഡ് ദ റെക്റ്റൽ ഏരിയ, വിച്ച് മേ റിസൾട്ട് ഇൻ എ recto-urethral fistula or a recto-vaginal fistula. So this is about the pathophysiology of ARM.
നമ്മൾക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. യൂഷ്വലി കുട്ടി ഒരു 4 to 5 weeks ഓഫ് ജസ്റ്റേഷൻ ആവുമ്പോഴത്തേക്കും നമ്മളുടെ ക്ലോയേക്കൽ ക്യാവിറ്റിയിൽ നിന്നാണ് റെക്റ്റം, എയ്നസ് ആൻഡ് യുറീത്ര ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ക്ലോയേക്കൽ ക്യാവിറ്റിയുടെ ഡോർസൽ പോർഷനാണ് റെക്റ്റത്തെയും എയ്നത്തെയും ഫോം ചെയ്യുന്നത്. ആൻഡ് the lateral interventions, they form the urorectal septum between the rectum and the anus as well as the urinary system. ഈ ഒരു സെപ്റ്റത്തിൻ്റെ ഫോർമേഷൻ that would be complete by about 7 to 8 week of gestation. ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ it can lead to various anomalies. The anomalies can be of 3 types. ഒന്നെങ്കിൽ ഒരു ലോ ലീഷൻ ആവാം. ലോ ലീഷൻ എന്ന് പറയുമ്പോൾ എയ്നസിൻ്റെ ബ്ലൈൻഡ് എൻഡ് ലിവേറ്റർ ഏനായി മസിലിൻ്റെ താഴെയായിട്ടായിരിക്കും ലൊക്കേറ്റഡ്. ദർ ക്യാൻ ബി എ ഹൈ ലീഷൻ. ഹൈ ലീഷൻ ഇസ് ഓൾസോ നോൺ ആസ് സുപ്രാലിവേറ്റർ. ഇവിടെ the blind end of the rectum that may be located above the levator ani muscle, and in few situations there can be abnormal communication between the urinary tract as well as the rectal area, and this may result in a recto-urethral fistula or a recto-vaginal fistula. Now coming to the types of ARM, there can be 3 types: high, low and intermediate. ഇതിൽ ഹൈയും ലോയും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈ എന്ന് പറയുമ്പോൾ it is located above the blind end of the rectum, that is located above the levator ani muscle. Low എന്ന് പറയുമ്പോൾ the blind end of the rectum is located below the levator ani muscle. Intermediate it would be located at the level of the levator ani muscle. So in the types we have different things like anal stenosis. So anal stenosis, anal area proper ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ there is a narrowing of the anal cavity. So there is a stricture that may be at the level of the anus or 1 to 4 centimeter above the anus or extend the entire length of the anus. സോ എയ്നൽ സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്ചറാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ എയ്നസിൻ്റെ ആ ഒരു പോർഷനിലാണ് ഈ സ്ട്രിക്ചർ ഉണ്ടാവുക, ചിലപ്പോൾ 1 to 4 centimeter എബവ് ദ എയ്നസിൻ്റെ റീജിയനിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇറ്റ് മേ എക്സ്റ്റെൻഡ് ദ എൻറ്റയർ ലെങ്ത് ടു ദ എയ്നസ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ വിച്ച് ഇസ് എയ്നൽ സ്റ്റീനോസിസ്. ദ നെക്സ്റ്റ് ഇസ് എയ്നൽ അട്രീഷ്യ. എയ്നൽ അട്രീഷ്യ എന്ന് പറയുമ്പോൾ there is a persistent anal membrane which produces obstruction and muconium can be seen behind this membrane. So നമ്മളുടെ normally anus develop ചെയ്യുമ്പോൾ there can be an anal membrane. പക്ഷെ finally this membrane should be ruptured so that there can be an anal opening. So ഇത് ഉണ്ടാവാതെ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏനൽ മെംബ്രെയിൻ ഉണ്ടായാൽ എന്ത് പറ്റും? ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ ഈ ഏനൽ മെംബ്രെയിൻ്റെ അവിടെ വന്ന് തടയും അല്ലേ? അങ്ങനെ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ആൻഡ് ഇഫ് യു ഇൻസ്പെക്ട് ദ ഏരിയ യു ക്യാൻ സീ മ്യൂക്കോണിയം എബവ് ദ മെംബ്രെയിൻ. The next is anal agenesis. In anal agenesis, there is an imperforate anus seen as a dimple with a rectal pouch emptying blindly some distance above the anus, and this occurs in about 80% of the cases. So ഇതെന്ന് പറയുമ്പോൾ anal agenesis പേരിൽ തന്നെ ഉണ്ട്, anal opening proper ആയിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. So here there is absence of anal opening in the perineum. അപ്പോൾ അതിന് പകരം ഏനൽ ഓപ്പണിങ്ങിന് പകരം അവിടെ ഒരു ചെറിയ കുഴിയായിട്ടായിരിക്കും ലൊക്കേറ്റഡ് ആവുക. ദർ ഇസ് എ ഡിംപിൾ വിത്ത് എ റെക്ടൽ പൗച്ച് എംപ്റ്റിങ് ബ്ലൈൻഡ്ലി സം ഡിസ്റ്റൻസ് എബവ് ദ ഏനസ്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമണസ്റ്റ് ടൈപ്പ് occurring in about 80% of the cases. The next is rectal atresia. In rectal atresia, there can be normal anus and normal anal pouch